السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് നമ്മളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാര് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. പലകുറി നമ്മൾ ആ ഒരു വാചകം ആവർത്തിച്ചു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹ് ആരാണ്? മൗത്തിനെയും ഹയാത്തിനെയും സൃഷ്ടിച്ചവനാണ്, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. എന്തിനാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന് പരിശോധിക്കാൻ. ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആര് എന്നതിലെ ഏറ്റവും നല്ല അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദും സുന്നത്തുമാണ്. ഒരാൾ മുവഹിദും മുത്തബിയുമാകുന്നതിനാണ് മുഹ്സിനാകുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മളെ പടച്ചതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ സദാ ചിന്ത അതായിരിക്കണം. നാം ഓർക്കേണ്ടത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാനാണ്. ഈ ഭൂമിലോകത്ത് ഞാൻ എന്നേക്കും ജീവിക്കുന്നവനല്ല, നിത്യവാസിയല്ല. എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയമായി കഴിഞ്ഞാൽ
എനിക്ക് നിശ്ചയിക്കപ്പെട്ട റിസ്ക് പൂർത്തിയായാൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകേണ്ടവനാണ് ഞാൻ. ആ കാലമത്രയും ഞാൻ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ദുനിയാവ് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരുമുണ്ട്. ഇതൊരു പരീക്ഷാ ഹാളാണ്, എക്സാം ഹാളാണ്. ഇതിൽ നിന്നും വിജയിക്കുന്നവർ, പരാജയപ്പെടുന്നവർ എന്ന രണ്ട് കൂട്ടരെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മരണം സുനിശ്ചിതമാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ മരണം പിടികൂടുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ഭദ്രമായി കെട്ടിയുയർത്തപ്പെട്ട ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ പോലും, ആരും കയറി വരാതിരിക്കാൻ സുരക്ഷിതമായി നിങ്ങൾ ഒരുക്കിയ ബിൽഡിങ്ങിനുള്ളിലാണ് നിങ്ങളെങ്കിൽ പോലും അവിടേക്ക് കയറി വരുന്ന ആളാണ് മരണമെന്ന്. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. അപ്പം മരണത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ അവസാനത്തിനാ. നാം ജനിച്ചു, സൃഷ്ടിക്കപ്പെട്ടു, നാം ജീവിക്കുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനം മരണത്തിലൂടെയാണ്. മരണത്തിന് ശേഷമാണ് നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്തത് എന്നത് അള്ളാഹു തീരുമാനിക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്തത് ആര് എന്ന് ഫൈനലായി അള്ളാഹു തീരുമാനിക്കുക നമ്മുടെ മരണത്തിന് ശേഷമാണ്. നമ്മുടെ പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് കാണുക നമ്മുടെ മരണത്തിന് ശേഷമാണ്. മരണത്തിന് ശേഷം ഒന്നുകിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നാം ഉണ്ടാകും, അല്ലെങ്കിൽ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം ഉണ്ടാകും. രണ്ടാലൊരു ടീമിന്റെ കൂടെ നാം ഉണ്ടാകും. മരണമാണ് ആ ലോകത്തിലേക്ക് കയറി ചെല്ലാനുള്ള വാതിൽ. മരണത്തോടുകൂടി അമലിന്റെ ലോകം അവസാനിക്കുന്നു. ഇനി വിചാരണയുടെ ലോകമാണ്, റിസൾട്ടിന്റെ ലോകമാണ്. അവിടെ അമൽ ഉണ്ടാകുകയില്ല. ഒരു കവി പാടിയതുപോലെ അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു. മരണം എന്നതൊരു ഡോറ, വാതില. വകുല്ലു നാസി ദാഖിലുഹു. ആ മരണത്തിന്റെ ഡോറിലൂടെ എല്ലാ മനുഷ്യരും പ്രവേശിക്കുന്നതാണ്. എല്ലാവരും പ്രവേശിക്കും. എനിക്കറിയില്ല ആ ഡോറിന് ശേഷം ഏത് വീടാണ് എന്ന്. ആ ഡോറിന് ശേഷം ഏത് വീടാണെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ഇമ്മാ ജന്നത്തു ഖുൽദിൻ, കാലാകാലമായ സ്വർഗമാണ്. ബിമാ അമിൽത ഇദാ അമിൽത ബിമാ യുദില്ലിലാഹ വഇല്ല ഫന്നാറു. ആ ഡോറിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ വിജയിച്ച ആളാണ് എങ്കിൽ, നീ പാസ്സായ ആളാണ് എങ്കിൽ അദ്ദാറു ജന്നത്തു ഖുൽദിൻ, എന്നേക്കുമുള്ള സ്വർഗലോകമാണ് അവിടെ വിജയിച്ചവർക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് നീ പരാജയപ്പെട്ടതാണ് എങ്കിൽ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഫന്നാറു, പരാജയപ്പെട്ടവർക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് നരകവുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മെ സംബന്ധിച്ച് സംസാരിക്കുന്ന സംസാരങ്ങളെല്ലാം മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അവിടെ കിട്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ കിട്ടാവുന്ന കോട്ടങ്ങളെയും ശിക്ഷകളെയും സംബന്ധിച്ചുമാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവനാണ് ഞാനെന്ന് നാം ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മരണമില്ലാത്ത ജീവിതത്തിൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങളുടെ വറുദീസയാണ്. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കോ നിരോധനങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും നൽകാതെ
തന്നിഷ്ടപ്രകാരം ഹലാല് ഹറാമുകൾ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവർക്ക് അള്ളാഹു നിശ്ചയിച്ചത് നരകമാകുന്ന തീക്കുണ്ടുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സ്വർഗത്തിലെ അനുഭൂതികൾ, സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ അള്ളാഹു എണ്ണി എണ്ണി നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ, തീർച്ചയായും മുത്തഖികൾ ഫീ ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളിലാണ് എന്നാണ്. ഫീ ജന്നാത്തിൻ, 4 സ്വർഗങ്ങളുണ്ട് മുഅ്മിനീങ്ങൾക്ക്. നാളെ 4 സ്വർഗം കിട്ടും മുഅ്മിനീങ്ങൾക്ക്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർക്ക് 2 സ്വർഗമുണ്ട് എന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുന്നുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന പേടിയിൽ, വിചാരണയുണ്ട് എന്ന ബോധത്തിൽ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ച് അള്ളാഹിനെ പേടിച്ചവർക്കുണ്ട് ജന്നതാൻ, 2 സ്വർഗമുണ്ട് എന്ന്. അതേപോലെ അല്ലാഹു പറയുന്നുണ്ട് വമിൻ ദൂനിഹിമാ ജന്നതാൻ, അത് കൂടാതെ വേറെ 2 സ്വർഗവും ഉണ്ട് എന്ന്. മൊത്തത്തിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ സ്വർഗം 4 എണ്ണമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ട് എഴുതി, 2 സ്വർഗം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചതിനാ, ബാക്കി 2 സ്വർഗം അള്ളാഹുവിന്റെ നിരോധനങ്ങൾ വെടിഞ്ഞ് ജീവിച്ചതിനുമാണ്. അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിച്ചാൽ 2 സ്വർഗം, അള്ളാഹു നിരോധിച്ചതെല്ലാം ഉപേക്ഷിച്ചാൽ 2 സ്വർഗം. അങ്ങനെ 4 സ്വർഗം മുഅ്മിനീങ്ങൾക്കുണ്ട്. അതാണ് ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിലാണ് എന്ന് പറഞ്ഞത്. ഒറ്റ സ്വർഗമാണെങ്കിൽ ജന്നത്തിനെ പറയേണ്ടതുള്ളൂ. അള്ളാഹു പറഞ്ഞത് എന്താണ്? ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിലാണ്, തോട്ടങ്ങളിലാണ്. ഇന്നൽ മുത്തഖീന, തീർച്ചയായും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ, തോട്ടങ്ങളിലാണ്. ആ തോട്ടങ്ങളുടെ അവസ്ഥ എന്താ? തോട്ടം നമുക്കറിയാം, അത് പലവിധ ഫ്രൂട്ട്സുകൾ ഉണ്ടാകും, അരുവികൾ ഉണ്ടാകും, ഭക്ഷിക്കാൻ പലതും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിൽ 2 കൂട്ടരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന് അസ്ഹാബുൽ യമീൻ, 2 അസ്ഹാബുൽ ശിമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം സ്വർഗക്കാരാ. അസ്ഹാബുൽ യമീൻ, ഇടതുപക്ഷക്കാർ എന്നുള്ള പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം നരകക്കാരുമാണ്. ഈ 2 കൂട്ടരെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറയാൻ ഉലൈകൽ മുഖറബൂൻ, ഈ വലതുപക്ഷക്കാർ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ സാമീപ്യം നേടിയ ആൾക്കാരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ സാമീപ്യം നേടിയ ആൾക്കാരാണ്. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹങ്ങളുടെ തോട്ടങ്ങളിലാണ് അവർ ഉണ്ടാകുക. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, പൂർവികരായ ചില കുറച്ച് ടീം, വഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരായ കുറച്ച് ആൾക്കാർ, മൊത്തം ഉമ്മത്തിൽ നിന്നും കുറച്ചു പേർ. സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരായ ഒരു കൂട്ടരും, വഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരായ ശേഷം വന്നവരായ കുറച്ച് ആൾക്കാരും. ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യേകത വളരെ കുറച്ചു പേരാണ് അള്ളാഹുവിന്റെ മുഖറബായ ആൾക്കാര്. ആ 2 കൂട്ടരെ കുറിച്ചിട്ട് അള്ളാഹ് പറയാൻ അലാ സുറുരിൻ മൗലൂന, അവർ സ്വർണ്ണ നൂലിനാൽ നൂൽക്കപ്പെട്ട കട്ടിലിലായിരിക്കും ഉണ്ടാകുക. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ട് ചാരി ഇരിക്കുന്നുണ്ടാകും സ്വർഗത്തോപ്പുകളിൽ, സ്വർണം കൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ. അള്ളാഹ് പറയാൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവർക്ക് ചുറ്റും കുറെ മക്കള് ചുറ്റുന്നുണ്ടാകും, തവാഫ് ചെയ്യുന്നുണ്ടാകും. ബിഅക്വാബിൻ വഅബാരീക വകഅസിൻ മിൻ മഈൻ, അവരുടെ കോപ്പുകൾ ഉണ്ടാകും, വെള്ളം നിറച്ച കോപ്പുകൾ ഉണ്ടാകും, പാത്രങ്ങൾ ഉണ്ടാകും. വെള്ളങ്ങൾ നിറക്കപ്പെട്ട പാത്രങ്ങളുമായി പിഞ്ചോമന മക്കൾ ഈ സ്വർഗവാസികളുടെ ചുറ്റും ഓടിക്കളിക്കുന്നുണ്ടാകുമെന്ന്. ആ വെള്ളം കുടിച്ചാൽ ലാ യസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ,
അവർക്ക് തലവേദനിക്കുകയില്ല, ലഹരി ബാധിക്കുകയില്ല. ലഹരി ബാധിക്കാത്ത, തലവേദനിക്കാത്ത പാനീയങ്ങൾ അവിടെയുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പാനീയങ്ങൾ അവിടെയുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 4 സ്വർഗമുണ്ടെന്ന്. ആ 4 സ്വർഗത്തിൽ നിന്നും ഒഴുകുന്ന 4 അരുവികളുണ്ട്, 4 നദികൾ, പുഴകൾ. 4 പുഴകൾ ഒഴുകുന്ന 4 സ്വർഗത്തോപ്പുകളാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചവർക്കുള്ളത്. അള്ളാഹ് പറഞ്ഞത് മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചവർക്ക് അള്ളാഹു വഅദ ചെയ്ത സ്വർഗത്തിന്റെ ഉപമ ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ, കലർപ്പില്ലാത്ത ശുദ്ധ പച്ചവെള്ളം ആ സ്വർഗത്തിൽ അവർക്ക് കിട്ടും. വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, പാല് പുളിച്ചു പോകാത്ത, രുചി മാറാത്ത പാലിന്റെ അരുവികളും അവിടെ അവർക്കുണ്ട്. ഒന്നാമത്തത് അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ, ശുദ്ധമായ പച്ചവെള്ളം. വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, രുചി മാറാത്ത പാലിന്റെ അരുവികളും അവിടെ ഉണ്ട്. വഅൻഹാറുൻ മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമുണ്ടാകുന്ന കള്ളിന്റെ അരുവികളും അവിടെയുണ്ട്. അവിടുത്തെ കള്ളിന്റെ പ്രത്യേകത അത് ബുദ്ധിക്ക് ബാധിക്കുകയില്ല, തലവേദനിക്കുകയില്ല, ലഹരി ബാധിക്കാത്ത കള്ളവർക്ക് അവിടെ കിട്ടും. വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളും അവർക്കുണ്ട് എന്ന്. വലഹും മിൻ കുല്ലി സമറാത്ത്, സകലവിധ ഫ്രൂട്ട്സുകളും കായ്ക്കനികളും അവർക്ക് അവിടെയുണ്ട്. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുമുള്ള പാപമോചനവും അവർക്കുണ്ട് എന്ന്. സ്വർഗക്കാരെ കുറിച്ച് അല്ലാഹ് പറയാ 4 വിധം നദികൾ 4 സ്വർഗത്തിൽ നിന്നും ഒഴുകുന്നു. ഒരുപാട് നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലാണ് അവരുണ്ടാകുക എന്ന്. വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് താല്പര്യമുള്ള ഫ്രൂട്ട്സ് അവർക്ക് എടുത്ത് കഴിക്കാം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവർക്ക് ഇഷ്ടമുള്ള പക്ഷിയുടെ ഇറച്ചി അവർക്ക് കഴിക്കാം. വഹൂറുൻ ഐൻ, ഹൂറുൻ ഐൻ അവർക്കുണ്ട്. സുന്ദരികളായ പെണ്ണുങ്ങൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, മൂടിവെക്കപ്പെട്ട പളുങ്ങുപോലത്തെ മുത്തുമണികളായ ഹൂറുൽ ഐനുകൾ, സ്ത്രീകൾ, സമപ്രായക്കാരായ പെണ്ണുങ്ങൾ അവിടെ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ഇവർ ചെയ്തതിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായിട്ട് എന്ന് സൂറത്തുൽ വാഖിയ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിശദീകരിക്കുകയാണ്. അല്ലാഹു പറയാണ് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അവിടെ അനാവശ്യ വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ അവർക്ക് കേൾക്കാൻ പറ്റുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സുരക്ഷിതത്വത്തിന്റെ സലാം എന്ന വാക്കല്ലാത്ത ഒരു മോശമായ വാക്കും അവർ കേൾക്കുകയില്ല. അല്ലാഹു ചോദിക്കാണ് മാ അസ്ഹാബുൽ വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എന്തറിയാം? ആരാണ് വലതുപക്ഷക്കാർ? അവർ ഫീ സിദിരിൻ മഖ്ലൂദ്, അവർ മുള്ളുകളില്ലാത്ത ഇലന്ത മരത്തിന്റെ തണലിലായിരിക്കും. ഇലന്ത മരം വലിയ മരമാണ്, അതിന്റെ തണലിലായിരിക്കും. മുള്ളില്ലാത്ത ഇലന്ത മരത്തിന്റെ തണലിലായിരിക്കും. വതൽഹിൻ മംലൂദ്, അടുക്കടുക്കായി പഴം നിറക്കപ്പെട്ട വാഴയുടെ തണലിലായിരിക്കും. വാഴയില്ല, പഴം, പഴം അടുക്കടുക്കായ പഴത്തിന്റെ കുലകളുള്ള വാഴയുടെ തണലിലായിരിക്കും അവരുണ്ടാകുക. വളില്ലിൻ മംദൂദ്, നീട്ടപ്പെട്ട വിശാലമായ തണലിലായിരിക്കും അവരുണ്ടാകുക. വമാഇൻ മസ്കൂബ്, നിറക്കപ്പെട്ട പാനീയങ്ങൾ, വെള്ളം, നിറക്കപ്പെട്ട വെള്ളങ്ങളുള്ള അരുവികളിലായിരിക്കും അവരുണ്ടാകുക. വഫാക്കിഹത്തിൻ കസീറ, ധാരാളം ഫ്രൂട്ട്സുകൾ അവർക്കവിടെ നിശ്ചയിച്ചിട്ടുണ്ടാകും. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ഒന്നും തടയപ്പെടുകയോ ഇല്ലാണ്ടാവുകയോ ചെയ്യുകയില്ല. വഫുറുശിൻ മർഫൂഅ, ഇതെല്ലാം അവർ ആസ്വദിക്കുക അവർക്ക് വിരിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട മെത്തകളിലായിരിക്കും. മെത്തകൾ, സോഫകൾ, കട്ടിലുകൾ, വിരിപ്പുകൾ എല്ലാം ഉണ്ടാവും. അവിടെ കിടന്നുകൊണ്ട് ഇതൊക്കെ അവർ ആസ്വദിക്കും എന്ന് ഈ ഹൂറുൽ ഐൻ എന്ന് പറയുന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ നാമാണ് സൃഷ്ടിച്ചത്. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നാമാണ് പടച്ചത്. ആ പെണ്ണുങ്ങൾ നാം കന്യകളാക്കി, വിവാഹം കഴിക്കാത്ത ചെറിയ പ്രായക്കാരായ പെണ്ണുങ്ങളാക്കി.
അവർ ഉറുബുകളും അത്രാബുകളുമാണ്. ഉറുബ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സംസാരിച്ച് സന്തോഷിപ്പിക്കുന്ന പെണ്ണിനാണ് ഉറുബ് എന്ന് പറയാം. ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന സംസാരിക്കുന്ന, സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നൈർമല്യമുള്ള സോഫ്റ്റായി സംസാരിക്കുന്ന പെണ്ണിനാണ് ഉറുബ് എന്ന് പറയാ. സ്വർഗത്തിലുള്ള ഹൂറുൽ ഈൻ, അവരുടെ സംസാരം എത്ര കേട്ടാലും നമുക്ക് മതിയാവൂല. അവരോട് ഇനിയും സംസാരിക്കാൻ നമുക്ക് ആഗ്രഹവും കൊതിയുണ്ടാകും. സ്നേഹത്തോടെ ലാളനയോടെ സംസാരിക്കുന്ന പെണ്ണുങ്ങളാണ് അവർ. അത്റാബ, എല്ലാവരും സമപ്രായക്കാരായിരിക്കും. മുഫസ്സിറുകൾ എഴുതിയത് 30ന്റെയും 30 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ള പ്രായക്കാരായിരിക്കും ഹൂറുൽ ഈൻ, ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളാണ് അവർ എന്ന്. ഇതാർക്കുള്ളതാണ്? ലി അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിലുള്ളതാണ്, വലതുപക്ഷക്കാർക്കുള്ളതാണ്. ആരാണ് വലതുപക്ഷക്കാർ? അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചവർ എന്ന്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളുടെ അള്ളാഹു സ്വർഗക്കാർക്ക് നിശ്ചയിച്ച, അള്ളാഹു തയ്യാറാക്കിയ സുഖങ്ങളുടെ ലിസ്റ്റ് തന്നെ അള്ളാഹു നിരത്തുന്നുണ്ട് ഖുർആനിൽ. ഇതൊക്കെ ആർക്കാണ്? മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക്. അതാണ് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവർക്ക്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവർ ആരാണ്? ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവർ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ. അതേ പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷമുള്ള മരണമില്ലാത്ത ജീവിതത്തിൽ അള്ളാഹു ഈ പറഞ്ഞ സുഖ സൗകര്യങ്ങളോടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പണിയെടുക്കേണ്ടതുണ്ട്, പാടുപെടേണ്ടതുണ്ട്, മെനക്കെടേണ്ടതുണ്ട്. നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നാം മാറ്റിവെക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പൂർത്തിയാക്കാൻ നാം ത്യാഗം ചെയ്യേണ്ടതുണ്ട്. ദീൻ പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരതരാകേണ്ടതുണ്ട്. ദീനെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ കണിശമായി പാലിക്കേണ്ടതുണ്ട്. കുത്തുവാക്കുകൾ കേൾക്കും, സഹിക്കേണ്ടി വരും. ആക്ഷേപങ്ങൾ കേൾക്കും, സഹിക്കേണ്ടി വരും. ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, ഒറ്റക്കാക്കും, എല്ലാം സഹിച്ചുകൊണ്ട് ആക്ഷേപകരുടെ ആക്ഷേപത്തെ മൈൻഡ് ചെയ്യാതെ മരണത്തിന് ശേഷമുള്ള സുഖാനുഭൂതികൾ എനിക്ക് നേടണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റൂ എന്ന ബോധ്യത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഹറാമുകളെ ശ്രദ്ധിച്ചുകൊണ്ട്, വാജിബുകളെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായ ഒരു ജീവിത പദ്ധതി പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ അവസ്ഥ നേരെ തിരിച്ചായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരെ സംബന്ധിച്ചും പറയുന്നുണ്ട്, ഇടതുപക്ഷക്കാർ എന്താണ് അവരുടെ അവസ്ഥ? അവരുടെ അവസ്ഥ നിനക്ക് എന്തറിയാം? ഫീ സമൂമിൻ വ ഹമീം, അവർ സമൂമിലും ഹമീമിലുമായിരിക്കുമെന്ന്. സമൂം എന്ന് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റാണ്, ചുട്ടുപൊള്ളുന്ന കാറ്റ്. കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ നമുക്ക് തണുപ്പാണ് ഉണ്ടാകുക. എന്നാൽ ഈ കാറ്റ് ശരീരത്തിന് കൊണ്ടാൽ നമുക്ക് പ്രയാസമാണ് ഉണ്ടാകുക, പൊള്ളും, മേല് പൊള്ളുന്ന കാറ്റ്. ഹമീം ചൂടുവെള്ളമാണ്, കടുത്ത ചൂടുവെള്ളമാണ്. അതിലാണ് നരകക്കാരുണ്ടാകുക എന്ന്. തീ കത്തി അന്തരീക്ഷമാസകലം ഇരുണ്ട കറുത്ത പുകയുണ്ടാകും. ആ പുകക്കുള്ളിലായിരിക്കും നമ്മൾ ഉണ്ടാകുക, നരകക്കാരുണ്ടാകുക. പുക, വാഹനത്തിന്റെ പുകയൊന്നും നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരുണ്ട പുകയുള്ള പുകക്കുള്ളിലാണ് നരകക്കാരുണ്ടാകുക. വകാനു ഇന്നഹും ലാ ബാരിദിൻ വലാ കരീം, സുഖോ തണുപ്പോ അവർക്ക് അവിടെ കിട്ടുകയില്ല. ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ, അവർ മരിക്കുന്നതിന് മുമ്പ് സുഖലോലുപരായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളോ നിരോധനങ്ങളോ നിർദ്ദേശങ്ങളോ കൃത്യമായി ജീവിതത്തിൽ പുലർത്തുന്നവരായിരുന്നില്ല. ഹലാലും ഹറാമും എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് എന്തൊക്കെയാണ് പറ്റുന്നത് അത് ഞാൻ ചെയ്യും, എനിക്ക് പറ്റൂല ഞാൻ ചെയ്യൂല എന്നർത്ഥത്തിൽ ദേഹേച്ഛകളെ ഫോളോ ചെയ്ത് അനിഷ്ടപ്രകാരം ജീവിക്കുന്നവരായിരുന്നു അവർ മരിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം അവർക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത്. അവർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, മരിച്ചവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നവരായിരുന്നു, ദർഗയിൽ ഉറൂസ് നടത്തുന്നവരായിരുന്നു, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്നവരായിരുന്നു, അവരെ ഇസ്തിഗാസ ചെയ്യുന്നവരായിരുന്നു. പോലുള്ള അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവരായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർ ഈ നരകം ആസ്വദിക്കേണ്ടി വന്നത് എന്ന്.
വകാനൂ യഖൂലൂന ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ. അവർ പറയുമായിരുന്നു, മരിച്ച് മണ്ണും എല്ലൊക്കെ തുരുമ്പിച്ചാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? നമ്മളും കഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ ഇല്ല, മരിച്ച എല്ലാം കഴിഞ്ഞ് മരണത്തോടു കൂടി ഇനി ഒന്നുമില്ല എന്ന് പറയുന്നവരായിരുന്നു അവർ. മരണത്തിന് ശേഷമുള്ള ഈ യാഥാർത്ഥ്യ ജീവിതത്തെ അവർ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അവരുടെ പ്രശ്നമെന്ന് ഖുൽ നബിയെ പറയുക. ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, അതെ, പിൽക്കാലക്കാരെയും പൂർവികരെയും എല്ലാവരെയും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും. ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, നിർണയിക്കപ്പെട്ട അറിയപ്പെട്ട ഒരു സമയത്തിലേക്ക് എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതാണ്. മഹ്ശറയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഈ നരകക്കാരോട് അല്ലാഹു പറയും, സുമ്മ ഇന്നക്കും അയ്യുഹൽ മുകദ്ദിബൂൻ, വൈബിയച്ച ലാലുകളെ, കളവാക്കിയവരെ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ സഖൂം എന്ന മരത്തിൽ നിന്നും ഭക്ഷിക്കുന്നതാണ്. ഫമാലിഊന മിൻഹൽ ബുതൂൻ, അങ്ങനെ സഖൂം എന്ന മുള്ളുമരത്തിന്റെ മുള്ളുമരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ച് നിങ്ങൾ വയറ് നിറക്കും. വയറ് നിറക്കുമ്പോൾ മുള്ളു വയറ്റൊക്കെ കുത്തും, ശരീരത്തൊക്കെ മുള്ളു കുത്തും. ഫശാരിബൂന അലൈഹി മിൻ ഹമീം, ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, അങ്ങനെ മുള്ളു കുത്തുന്ന സഖൂം എന്ന വൃത്തികെട്ട മരത്തിൽ നിന്നും ഭക്ഷിക്കുന്നതോടൊപ്പം തന്നെ ചുട്ടുകൊള്ളുന്ന ചൂടുവെള്ളവും നിങ്ങൾ എന്റെ കൂടെ കുടിക്കും. ഫശാരിബൂന ശുർബൽ ഹീം, അസഖൂം എന്ന മരത്തിൽ നിന്നും ഭക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ദാഹിക്കും. ഒട്ടകത്തിന് ദാഹിച്ചാൽ ഒട്ടകം എങ്ങനെയാണോ വെള്ളം മോന്തി മോന്തി കുടിക്കുക, അതുപോലെ ഈ ചൂടുള്ള വെള്ളം നിങ്ങൾ മോന്തി മോന്തി കുടിക്കും. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇതാണ് നിങ്ങൾക്കുള്ള വിരുന്ന് എന്ന്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവത്തിലാണ് അല്ലാഹു നരകക്കാരെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളാണ് ആലോചിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ ചുട്ടുപൊള്ളുന്ന വെള്ളം കുടിക്കണോ, തീപ്പുകയിൽ കഴിഞ്ഞുകൂടണോ, നരകത്തിന്റെ തീക്കുണ്ടിൽ നിത്യവാസികളാകണോ, അതല്ല ഹൂറിന്റെ കൂടെ ഫ്രൂട്ട്സുകൾ കഴിച്ച് മെത്തയിൽ വിചാരിക്കുന്ന സുഖസൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടണോ എന്ന് നമ്മളാണ് ആഗ്രഹിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില് ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നില്. ഒരു കവി പാടിയതാണ്, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില്, സ്വർഗം നിനക്കൊരു വീടായി കിട്ടിയാൽ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നില്. ഈ ദുനിയാവിലെ ക്ലേശങ്ങളൊന്നും നീ കാര്യമാക്കേണ്ടതില്ല. ആരൊക്കെ ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയും മനന്നൊന്തിടണ്ട, തിമിറു തന്നെ പിന്നെയും. ജനങ്ങളൊക്കെ നിന്നെ അവഗണിച്ചു, നിനക്കൊരു വിലയും നൽകിയിട്ടില്ല എങ്കിലും നിന്റെ മനം നോവണ്ട, നിന്റെ മനസ്സ് വേദനിക്കണ്ട. നിനക്ക് സ്വർഗത്തിൽ കിട്ടുന്നത് വീണ്ടും സ്വർണങ്ങളാണ്. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. സ്വർഗമാണ് നീ എടുത്തതെങ്കിൽ നിന്നെ ആര് ദരിദ്രനായി കണ്ടാലും ഏറ്റവും വലിയ കോടീശ്വരൻ നീ തന്നെയാണ് എന്ന്. പ്രിയമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം നേടാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മാരകമായ നരകക്കുണ്ടിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആ സ്വർഗം നേടാനുള്ള അമലുകൾ ചെയ്യാൻ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഒരു മഹത്തായ ഹദീസ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നത് സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരുപാട് അമലുകളാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാൻ, കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫർ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയിലായിരുന്നു. ഫഅസ്ബഹതു യൗമൻ ഖരീബൻ മിൻ, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് തന്നെയായി. ഒരുപാട് സഹാബാക്കളുണ്ട് യാത്രയിൽ. ഒരു ദിവസം എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് തന്നെ എത്താൻ പറ്റി. റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ എത്തിയപ്പോൾ വനഹന്നസീർ, നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ എത്തിയപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ നബി അല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന
വയുബാഇദുനി മിനന്നാർ. പ്രവാചകരെ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്നും അകറ്റുന്നതുമായ അമല് അങ്ങ് എനിക്ക് പറഞ്ഞു തരണമെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽത അൻ അലീം. മുആദ്, നീ ഭയങ്കരമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമൽ അറിയണം, അത് പ്രവർത്തിക്കണം. നരകത്തിൽ നിന്നും അകറ്റുന്ന അമലുകൾ അറിയണം, അതിൽ നിന്നും മാറി നിൽക്കണം. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മുആദ്, നീ ചോദിച്ചത് ഭയങ്കരമായ ഒരു ചോദ്യമാണ്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി. ഞാൻ പറയാൻ പോകുന്ന ഈ അമലുകൾ ഉണ്ടല്ലോ, അത് ആർക്കൊക്കെ അല്ലാഹ് എളുപ്പമാക്കി കൊടുത്തോ അവർക്കൊക്കെ എളുപ്പമായിരിക്കും. അതെ, സൽക്കർമ്മങ്ങൾ ചെയ്യൽ തൗഫീക്ക് വേണം, ഇൽമു പഠിക്കാനും തൗഫീക്ക് വേണം, സാലിഹായ അമൽ ചെയ്യാനും തൗഫീക്ക് വേണം. അള്ളാഹു ആർക്കാണോ ഖൈർ ഉദ്ദേശിച്ചത് അവർക്ക് മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് കിട്ടേണ്ട പ്രത്യേക തൗഫീക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആർക്കാണോ അള്ളാഹു എളുപ്പമാക്കിയത് അവർക്കത് ചെയ്യാൻ പറ്റും എന്ന്. റസൂലുള്ളാഹി ഓരോ അമൽ പറഞ്ഞു കൊടുത്തു. തഅബുദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈആ. ഒന്നാമത്തെ തൗഹീദാണ്. നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് മാത്രം നൽകണം, അള്ളാഹുവിനോടൊപ്പം നീ ആരെയും പങ്കാക്കരുത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തരുത്, പോലുള്ള ശിർക്കുകളൊന്നും ചെയ്യരുത് എന്ന്. പിന്നെ പറഞ്ഞു, വതുഖീമുസ് സലാഹ്, നീ കൃത്യമായി നിസ്കരിക്കണം, വതുഅതി സകാ, നീ സകാത്ത് കൊടുത്തു വിട്ടണം, വതസൂമു റമളാന, റമളാൻ മാസം നോമ്പ് നോക്കണം, വതഹജ്ജുൽ ബൈത, നീ മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യണം. ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സുമ്മ ഖാല, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, ഖൈറിന്റെ വാതിലുകളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ മുആദേ. റസൂൽ പറഞ്ഞു, അസ്സൗമു ജുന്ന, സൗമ് നോമ്പ് നോക്കുക എന്നുള്ളത് അത് നരകത്തിൽ നിന്നുള്ള പരിചയാണ്. നോമ്പ് നോറ്റവർ നരകത്തിൽ കടക്കുകയില്ല. വസ്സദഖത്തു തുത്സിഉൽ ഖതിയ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പാപങ്ങളെല്ലാം കരിച്ചു കളയും, കെടുത്തിക്കളയും. വസലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി, അതേപോലെ തന്നെ അന്ത്യയാമങ്ങളിൽ നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, അതും ഖൈറിന്റെ വാതിലാണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതും പറയേണ്ടതുമുണ്ട്. ഒരുപാട് ഖൈറുകളുള്ള ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ എന്ന് തുടങ്ങുന്ന സൂറത്ത് സജ്ദയിലെ ആയത്ത് ഓതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി വഅമൂദിഹി വദുർവതി സനാമിഹി, നിനക്ക് കാര്യത്തിന്റെ ദീനിന്റെ തല, ഇസ്ലാമിന്റെ തലയെക്കുറിച്ചും അതിന്റെ നെടും തൂണിനെ കുറിച്ചും അതിന്റെ ഉന്നതിയിലുള്ള സ്ഥാനത്തെ കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല പറഞ്ഞു, പ്രവാചകരെ പറഞ്ഞു തന്നാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, റഅസുൽ അംരി അൽ ഇസ്ലാം, ഒരു കാര്യത്തിന്റെ തല എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഒരു കാര്യത്തിൽ തല ഉണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉള്ളൂ. ഏതൊരു കാര്യത്തിന്റെയും തല ഇസ്ലാമാണ്. അമൂദുഹു അസ്സലാ, ഇസ്ലാമിന്റെ നെടും തൂണ് അത് നിസ്കാരമാണ്. സനാമിഹി അൽ ജിഹാദ്, ആ കാര്യത്തിന്റെ ഏറ്റവും ഉന്നതി നിൽക്കുന്നത് ജിഹാദുമാണ് എന്ന് ഓരോ അമല് റസൂൽ പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലി. മുആദേ, ഇത്രയും അമലിക്ക് പറഞ്ഞില്ലേ, ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, ഇതിനെല്ലാത്തിനും പകരമാകുന്ന ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാര്യം. ഫഖുൽതു ലഹു ബലാ യാ റസൂൽ നബിയല്ലാഹ്, ഞാൻ പറഞ്ഞു നബിയെ പറഞ്ഞു തന്നാലും, ഇതൊക്കെ ചെയ്യേണ്ട അമലുകൾ തന്നെയാണ്, ഇതിനേക്കാൾ മേലെ കിട്ടുന്ന അമൽ എന്താണ് പറഞ്ഞതാ എന്ന് പറഞ്ഞു. ഫഅഖദ ബിലിസാനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പിടിച്ചു. റസൂലുള്ളാഹിന്റെ നാവ് കൈകൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഫഖാല കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ പിടിച്ചു വെക്കുക, നാവിനെ സൂക്ഷിക്കുക. ഫഖുൽതു യാ റസൂലല്ലാഹ് വഇന്ന ലമുആഖദൂന ബിമാ നതകല്ലമു ബി, പ്രവാചകരെ, നമ്മൾ സംസാരിക്കുന്നത് കാരണത്താൽ നാളെ ആഖിറത്തിൽ നമ്മൾ പിടിക്കപ്പെടുമോ? അല്ലാഹു നമ്മളെ വിചാരണ ചെയ്യുമോ? ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്ലതുക ഉമ്മുക യാ മുആദ് വഹൽ യകുബ്ബു നാസ അലാ മനാഖിരിഹിം ഔ അലാ വുജൂഹിഹിം ഫിന്നാർ ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മുആദേ, ജനങ്ങളെ മൂക്കുകുത്തിയവരായി അല്ലെങ്കിൽ മുഖം കുത്തിയവരായി നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അവരുടെ നാവ് സമ്പാദിച്ചതാണ് എന്ന. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ഗീബത്ത്, നമീമത്ത്, കള്ളവാക്കുകൾ, കള്ളസാക്ഷ്യങ്ങൾ പോലുള്ള വർത്തമാനങ്ങളിലൂടെ നമ്മൾ നരകത്തിലേക്ക് പോകും. നാവിനെ സൂക്ഷിച്ചാൽ ഇതെല്ലാത്തിനും പകരം രക്ഷക്ക് മാർഗമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ.
നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മിണ്ടാണ്ടിരുന്നവർ രക്ഷപ്പെട്ടു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായ ഒരു ഹദീസാണ് ഈ ഹദീസ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇങ്ങനെയുള്ള അമലുകളെ നിത്യമാക്കാനും ശ്രദ്ധിക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين.